ഈ അന്നമ്മയെ താങ്ങാൻ പറ്റുന്ന ആൾക്കാരുണ്ടോ ശരിക്കും? അതെന്റെ കെട്ടിയവന് മാത്രമേ താങ്ങത്തുള്ളൂ. ഇത്രയും 26 ഹെവി വർഷമല്ലേ? മെറ്റീരിയൽ ആണ്. അതെ, 26 വർഷമായില്ലേ ആ പാവം ചുമന്നുകൊണ്ടെടുക്കുന്നു. ഇനി ഇത് പക്ഷെ ആ അമ്മയ്ക്കും മനുഷ്യൻ ചിരിച്ചോണ്ടാണല്ലോ നിക്കണേ. ആ അത് ഞാൻ പറഞ്ഞല്ലോ. അങ്ങേർക്ക് സാധാരണ ഇങ്ങനെ നമ്മൾ ചോദിക്കുമല്ലോ, മക്കളെയാണോ, നമ്മൾ മക്കളോട് തമാശ ചോദ്യം ചെയ്യും, നിനക്ക് അമ്മനെയാണോ അപ്പനെയാണോ കൂടുതൽ. ശരിക്കും ആ ഒരു ചോദ്യം ചോദിക്കാൻ പാടില്ലാത്തതാണ്. കാരണം ആ സാഹചര്യം അനുസരിച്ച് അവർ മാറ്റി പറയും. പക്ഷെ എൻ്റെ ഭർത്താവിനോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക്, നിങ്ങൾക്ക് ഇത്രമാത്രം കഷ്ടപ്പെട്ട് നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ കയ്യിലേക്ക് തന്ന ഏറ്റവും വലിയ മക്കളെയാണോ നിൻ്റെ ഭാര്യയാണോ കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചു നോക്ക്. മക്കളുടെ മുമ്പിൽ വെച്ച് ആൾ ധൈര്യത്തോടെ പറയും, എനിക്ക് എൻ്റെ ഭാര്യയോട് ഇപ്പോഴും അടങ്ങാത്ത പ്രണയമാണ്. പേടിച്ചിട്ടാ? അല്ല, അന്നമ്മയെ പേടിച്ചിട്ട്. മോഹിച്ചിട്ടാണ്. കാരണം പുള്ളിക്ക് കിട്ടുന്നില്ലല്ലോ, ഈ തെണ്ടി തിരിഞ്ഞ് നടക്കല്ലേ. അല്ലടോ, ശരിക്കും അതങ്ങനെയാണ്. തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവും, ഒരു കണക്കിന് ഞാൻ സത്യസന്ധമായിട്ട് പറയട്ടെ, ഞാൻ ജോഷിലാണ് ഫസ്റ്റ് വെടി പൊട്ടിച്ചതെന്ന് പറഞ്ഞു. ഞാൻ ആളെ പ്രണയിക്കുകയല്ല, പ്രാക്ടിക്കലായിട്ട് ഒരാളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അത് എൻ്റെ ഭാഗം. ആളുടെ ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ നാട്ടിലെ അത്യാവശ്യം കാണാൻ കൊള്ളാവുന്ന, വലിയ സാമ്പത്തിക സ്ഥിതിയൊന്നും കുഴപ്പമില്ല, നല്ല എഡ്യൂക്കേറ്റഡ് ഉള്ള എല്ലാവിധ കഴിവുള്ള ഒരാളെ പ്രേമിച്ചു മോഹിച്ചു. പക്ഷെ അതൊരിക്കലും കല്യാണത്തിലേക്ക് എത്തുമെന്ന് വിചാരിച്ചില്ല. കാരണം ഞങ്ങളുടെ കുടുംബങ്ങൾ തമ്മിൽ സാമ്പത്തികവും സാമൂഹികമായിട്ടുള്ള ചുറ്റുപാടുകൾ അത്രയും ആണ്. അതിൻ്റെ പുലിവാലാണല്ലോ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതും ഞാൻ കല്യാണം നടത്തിയതും. അപ്പോൾ അന്ന് പുള്ളിക്ക് എന്നോട്, കാരണം കിട്ടില്ല എന്ന് ഉറപ്പുള്ളൊരു സാധനം കയ്യിലേക്ക് വളരെ ഈസി ആയിട്ട് വരുമ്പോൾ, ഈസി അല്ലായിരുന്നു, വരുമ്പം സ്വാഭാവികമായിട്ടും അതിനോടുള്ള ഇഷ്ടം ഒരിക്കലും കുറയില്ല, അതിനുള്ള അഭിനിവേശം കൂടെയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമുക്കിങ്ങനെ ഇട്ട് തട്ടാൻ പാകത്തിന് എപ്പോഴും നമ്മുടെ മുമ്പിൽ ആൾ വേണം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഭാര്യ മാത്രമല്ല, ഞാനൊരു അമ്മയും മകളും മാത്രമല്ല, ഞാനൊരു ബിസിനസ്സുകാരിയാണ്, ഞാനൊരു ടീച്ചറാണ്, ഞാനൊരു കണ്ടൻറ് ക്രിയേറ്ററാണ്, ഞാനൊരു സോഷ്യൽ വർക്കറാണ്, ഒരു നല്ല കർഷക കൂടിയാണ്. ഞാൻ വീട്ടിലിരിക്കുന്ന സമയം, എൻ്റെ ഭർത്താവിന് കിട്ടുന്ന സമയം, എൻ്റെ കുടുംബത്തിന് കിട്ടുന്ന സമയം വളരെ കുറവാണ്. അത് ഇന്ന് മുതലല്ല, 20 വയസ്സ് മുതൽ അങ്ങനെ തന്നെയാണ്. ഏറ്റവും കുറവ് എന്നെ കാണുന്ന ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കുടുംബമേ പറയുള്ളൂ. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ എന്നെ കാണുന്ന എൻ്റെ ചാനലിലുള്ള എൻ്റെ പ്രിയപ്പെട്ടവരാണ്, അല്ലെങ്കിൽ പുറത്തുള്ളവരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്ക് ഒരു നല്ല ഭാര്യ, അല്ലെങ്കിൽ നല്ല ഭാര്യയായിരുന്നു ഞാൻ എന്ന് പുള്ളിയോട് ചോദിച്ചാൽ പുള്ളി പറയുമായിരിക്കും എൻ്റെ ഭാര്യ ഏറ്റവും ബെസ്റ്റാണെന്ന് പറയുമായിരിക്കും. പക്ഷെ ഞാൻ പറയുകയാണ്, ഞാൻ ഒരിക്കലും ഒരു നല്ല ഭാര്യ അല്ലായിരുന്നു. ഒരു നല്ല കാമുകിയോ നല്ല സുഹൃത്തോ നല്ല അമ്മയോ മകളോ എന്തോ, പക്ഷെ ഒരിക്കലും ഒരു നല്ല ഭാര്യ, 100% സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ഭാര്യ ആണ് ഞാൻ എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ആൾ പറയുമായിരിക്കും. ഞാൻ എൻ്റെ മനസ്സിൽ നിന്നും ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെയല്ല. എനിക്ക് കുറച്ചും കൂടെ നന്നാക്കാമായിരുന്നു, കുറച്ചും കൂടെ ഇത്രമാത്രം ഇങ്ങോട്ട് തന്ന ഒരാൾക്ക് കുറച്ചും കൂടെ അങ്ങോട്ട് പകർന്നു കൊടുക്കാമായിരുന്നു. പക്ഷെ അതിനുള്ള സമയമോ സാഹചര്യവും ഇല്ല. ഇതാ ഇനിയിപ്പോൾ അതിനുള്ള വേദിയുമില്ല. മനസ്സിലായോ? അല്ല, ഞാൻ ഉദ്ദേശിക്കുന്നത്, നമുക്ക് നമ്മുടെ ഇന്നിപ്പോൾ ഈ ചിരിച്ചുകൊണ്ടിരിക്കുന്ന രജനീഷ് പോണ പോക്കിൽ വണ്ടി ഇടിച്ചാവില്ല നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ മിച്ചത്തേക്ക് ഇറങ്ങിയ തേങ്ങ വീണ് ചാവില്ല നമുക്കറിയില്ല. അപ്പോൾ ഇതുവരെയുള്ള സമയം കുറേയൊക്കെ ഞാൻ ഇൻഡയറക്റ്റ് ആയിട്ട് തെറി വിളിച്ചല്ലേ? അതെ, ഞാൻ ഇതിനകത്തുനിന്ന് മാറിയിട്ട് ഒരു സംരംഭക എന്നുള്ള അർത്ഥത്തിൽ ഒരു കുറച്ച് സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയുക, അവർക്കൊപ്പം നിൽക്കുക, അവരെ പോലെ തന്നെ പണിയെടുക്കുക, പട്ടിപ്പണിയെടുക്കുക എന്ന് പറയുന്നില്ലേ, അങ്ങനെ പണിയെടുക്കുക. അപ്പോൾ അങ്ങനെ കൂടെ നിൽക്കുക. അതെ, താങ്ക് യു. അതോടൊപ്പം ഇന്നലെ ഞാൻ നിങ്ങളുടെ ഓൺലൈൻ നിങ്ങൾ പോയത് ഒരു 1:54 മറ്റോ ആണ്. ഇത്രയും സമയമൊക്കെ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ മാത്രമുള്ള എനർജി ഉണ്ടോ? 1:54 ഓൺലൈനിൽ പോകുന്നുള്ളൂ. ഞാൻ ഇന്നലെ ഉറങ്ങിയത് 3:30-ക്കാണ്, രാവിലെ 6 മണിക്ക് എണീറ്റു. അത്രയുണ്ട്. നിങ്ങൾ 1:54 വരെ നിങ്ങൾ ഉറങ്ങാതിരുന്ന് എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ആലോചിക്കേണ്ട കാര്യമാണ്. ശരിയാണ്, നമുക്ക് അതാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ കുടുംബത്തിന് കിട്ടുന്ന സമയം വളരെ കുറവാണ്. അതൊരു ക്രെഡിറ്റ് ആയിട്ട് ഞാൻ എടുക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഭർത്താവിനെ സംബന്ധിച്ച് നല്ല ഭാര്യയാണെങ്കിലും ഞാനൊരു നല്ല ഭാര്യയല്ല, ഒരു പക്ഷേ നല്ല അമ്മ പോലും ആയിരിക്കില്ല. കാരണം എൻ്റെ ഭർത്താവ് എന്ന് പറയുന്നത്, സുനിയേട്ടൻ എന്ന് പറയുന്നത്, ഞാൻ അപ്പൂസ് എന്നാണ് വിളിക്കുക. പുള്ളി ഏറ്റവും നല്ല അച്ഛനും അമ്മയുമാണ്, ഏറ്റവും നല്ല സുഹൃത്താണ് എൻ്റെ മക്കളോട് 2 പേരോടും ചോദിച്ചാൽ, ഏത് ഉറക്കത്തിലും ചോദിച്ചാൽ ആരെയാ ഇഷ്ടം ചോദിച്ചാൽ അവർക്ക് ഒരു സംശയമില്ല, അവർ വിളിച്ചു പറയും ഞങ്ങളുടെ അപ്പേ. അപ്പം എൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ കുറവുകളും നികത്തുന്നത് എൻ്റെ ഭർത്താവാണ്. എൻ്റെ പാരൻസ്, ആളുടെ പാരൻസ്, എൻ്റെ സുഹൃത്തുക്കൾ. ഞാനില്ലെങ്കിലും എൻ്റെ സുഹൃത്തുക്കൾ ഈ ഹാർമണിയിലേക്ക് ഓടി വരും. അവരിവിടെ 1, 2, 3 ദിവസം താമസിക്കും. അവർക്ക് വേണ്ടത് എൻ്റെ ഭർത്താവ് ഗീതേച്ചോട് പറഞ്ഞ് ഉണ്ടാക്കിക്കും. ആ ഒരു സ്വാതന്ത്ര്യം, അതിനേക്കാൾ വലുതായിട്ടുള്ള ഒന്നും ഒരു സ്ത്രീക്ക്, പ്രത്യേകിച്ചും എന്നെ പോലെ ഇങ്ങനെ പറന്ന് നടക്കാൻ, ഇന്നും കുതിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീക്ക് കിട്ടിയ ഏറ്റവും നല്ല അനുഗ്രഹം
അത് തന്നെയാണ്. കൂടെയുള്ള സ്ത്രീകളെ കുറിച്ച് പറയും. അത് ഞാൻ പറഞ്ഞല്ലോ, അത് ഒരു മുതലാളി തൊഴിലാളി ബന്ധം അന്നുമില്ല ഇന്നുമില്ല. എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം, ഞാൻ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പ്രത്യേകിച്ച് അന്നത്തെ ഒരു സിറ്റുവേഷനിൽ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ പഠിക്കണ്ട അല്ലെങ്കിൽ കല്യാണം, ആ ഒരു സിറ്റുവേഷനാണ്. പക്ഷേ എനിക്കെന്ന് പറയണമെങ്കിൽ എൻ്റെ അച്ഛൻ എൻ്റെ ഒരു ഹീറോ ആണ് അന്നും ഇന്നും. അച്ഛൻ എന്ന് പറഞ്ഞാൽ പരമാവധി പഠിക്കണം, സ്വന്തമായിട്ടൊരു സിഗ്നേച്ചർ ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ്. പിന്നെ ഞാനും എൻ്റെ കെട്ടിയവനും തട്ടാനും മാത്രമുള്ളൊരു ജീവിതം നമ്മൾ ആഗ്രഹിച്ചിട്ടില്ല. കാരണം ഞങ്ങളൊരു രാഷ്ട്രീയ സാമൂഹ്യ ഫാമിലിയിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കണ്ടതും കേട്ടതും ഒക്കെ ഇത് തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നല്ല ഭാര്യയായിരുന്നില്ല എന്ന്, പക്ഷെ ഞാൻ നല്ല സൗഹൃദം തുടരുന്ന ആളാണ്. ഒരുപാട് ആളുകൾക്ക് ഇന്നും ഈ അന്നമ്മ കൊണ്ട്, ഒത്തിരി പേർക്ക് നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്, പക്ഷേ ഈ അന്നമ്മ ഇല്ലാതായാൽ കഷ്ടപ്പെടുന്ന, സങ്കടപ്പെടുന്ന, ഇനി എന്ത് ചെയ്യുമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേർ ഇപ്പോഴും ചുറ്റിലുമുണ്ട്. ആ ഒരു വിശ്വാസം അന്ന് ചെയ്യണം. എനിക്ക് ഇങ്ങനെ ജീവിച്ചാൽ പോരാ, മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. നമ്മൾ ഈ ലോകത്തുനിന്ന് പോകുമ്പോൾ ചുമരിലൊരു പടമല്ല വേണ്ട, നമ്മുടെ ഒരു സിഗ്നേച്ചർ വരണം. ഓരോരുത്തർ ഓരോ രീതിയിൽ താൻ എന്താ വിചാരിക്കണത്, ഏറ്റവും നല്ല അവതാരകനാകണം എന്നായിരിക്കും. ഒരു സിനിമാ നടനോ നടിയോ ഇത്രമാത്രം അവാർഡുകൾ കൂട്ടണം. ഞാനൊരു സാധാരണ അമ്മയും വീട്ടമ്മയും എന്നുള്ള രീതിയിൽ ഞാൻ വിചാരിക്കുന്നത്, എന്നെപ്പോലെ ചിരിക്കാനും ചിന്തിക്കാനും പറക്കാനും യാത്ര ചെയ്യാനും ഭക്ഷണം കഴിക്കാനും എക്സ്പ്ലോർ ചെയ്യാനും എല്ലാവർക്കും കഴിയണം എന്നുള്ളൊരു ആഗ്രഹം പണ്ട് മുതലേ ഉണ്ടായിരുന്നു. ആ ഒരു നന്മ എൻ്റെ പാരൻസ് എനിക്ക് തന്നതാണ് തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെയാണ് അന്ന് ഒരു സംരംഭം തുടങ്ങിയതും 26 വർഷമായിട്ട് ഇന്നും അത് വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ ഈ സ്ത്രീകൾ ഞങ്ങളൊരു 10-32 സ്ത്രീകൾ ചേർന്ന് നമ്മളൊരു സംരംഭം തുടങ്ങി. തീർച്ചയായിട്ടും അവരും ഞങ്ങൾ ഒരുമിച്ച് വളർന്നു. ഇന്ന് എനിക്ക് ചുറ്റുമുള്ളതെല്ലാം, പലരും നമ്മുടെ നെഗറ്റീവ് കമൻസ് പറയുമല്ലോ, ചാനലിൽ വീഡിയോ ചെയ്തിട്ടാണ് ഇവർ കാശുണ്ടാക്കുന്നത്. ഒരിക്കലുമല്ല. 1 രൂപ ഞാൻ ചാനലിൽ നിന്ന് എൻ്റെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല, 1 രൂപ അങ്ങോട്ട് കൊടുക്കുന്നുമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് എത്ര ഇൻകം ഉണ്ടാവുമെന്ന് എന്നേക്കാൾ നന്നായിട്ട് ആർക്കറിയാം. നമുക്ക് 2 സ്റ്റാഫ് ഉണ്ട്, അവർക്ക് കൊടുക്കാനുള്ള കാശ് പോലും നമ്മൾ അത്യാവശ്യം നമ്മുടെ കയ്യിൽ നിന്നായിരിക്കും എടുക്കുന്നത്. അപ്പം നമുക്കിതൊരു ഇൻകം അല്ല, ഇതെൻ്റെ ഒരു പാഷനാണ്. എന്നെ കണ്ടിട്ട് ഒരാൾക്കെങ്കിലും മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരാൾക്കെങ്കിലും ഒരു മാറ്റം അവരവരുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്യണം. അല്ലാതെ വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരുന്ന് ഭർത്താവിനും മകൾക്കും ചോറും കറിയും ഉണ്ടാക്കി മാറി കൊടുത്ത് അവരെ പ്രണയിച്ച് അവരുടെ കുറേ കുട്ടികളെയും വെച്ച്, അതൊക്കെ നല്ല കാര്യമാണ് കേട്ടോ. ഇനിയിപ്പോൾ വീണ്ടും ഇത് കോൺട്രഡിക്ഷൻ ആകുമെന്ന് എനിക്ക് പേടി. അങ്ങനെയല്ല, ആ ഒരു ചിന്ത എനിക്കില്ല. എന്നോടൊപ്പം ഞാൻ ആഗ്രഹിക്കുന്ന പോലെ, ഞാൻ ജീവിക്കുന്ന പോലെ മറ്റൊരാളും കൂടെ സന്തോഷിക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിന് അർത്ഥം ഉണ്ടാവുന്നത്. ഞാൻ ചിരിക്കുന്ന ചിരി മറ്റൊരാളിലേക്ക് പകർന്നു കൊടുക്കാൻ കഴിയുമ്പോഴാണ് എൻ്റെ ചിരിക്ക് ഒരു അർത്ഥം ഉണ്ടാവുന്നത്. അതിൽ നിന്നാണ് അന്ന് അത് തുടങ്ങിയതും ഇന്നും തുടർന്ന് പോകുന്നത്. ഇന്നിപ്പോൾ സ്ത്രീകളെല്ലാം ഭയങ്കര എഡ്യൂക്കേറ്റഡായി ജോലിയായി അവരുടെ രീതിയിലായി. ഇന്നിപ്പോൾ പുരുഷന്മാരാണ്, പ്രത്യേകിച്ചും ഹിന്ദിക്കാരാണ്, നാട്ടുകാരും ഉണ്ട്. ഇപ്പോഴും വളരെ ഒരു സംരംഭകയാണോ ഒരു കൃഷിക്കാരിയാണോ കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചാൽ, കൃഷിക്കാരിയായിട്ടുള്ള സംരംഭകയാണ് അന്നമ്മയ്ക്ക് കൂടുതൽ ഇഷ്ടമെന്ന് അന്നമ്മ പറയാം.